ഹലോ ഗൈസ്, അപ്പോൾ നമുക്കിനി ആ കാണുന്ന മലയിലോട്ട് കയറിയാലോ. അപ്പോൾ വാ, നമുക്കിനി അവിടെ വരെ പോയി നോക്കാം അവിടെ എന്താ സംഭവം എന്നുള്ളത്. ഞാൻ ഇതിനു മുമ്പ് ഒരു ചെടി നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. ഇതാണ് ആ ചെടി. ഇതിൻ്റെ ഒരു ഉറവിടം എന്ന് പറയുന്നത് ഫുൾ ആ മലയിലാണ് കേട്ടോ. മല ഫുൾ ആ ചെടി കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇനി മേളിലോട്ട് പോകുമ്പോഴത്തേനും അതിൻ്റെ വിഷ്വൽസ് ഞാൻ കാണിച്ചു തരാം. ഇവിടുന്ന് കുറച്ച് ദൂരം നടക്കണം. ഇതിൻ്റെ ലൊക്കേഷൻ ശരിക്കും ഇവിടെ അല്ല വരുന്നത്, വേറെ ഇച്ചിരി റൂട്ട് കയറിപ്പോണം കേട്ടോ. എന്നാൽ മാത്രമേ ആ ലൊക്കേഷനിലോട്ട് എത്തുള്ളൂ. അപ്പോൾ ഞാനിനി സ്റ്റിൽ അങ്ങോട്ട് നടക്കുവാണ്. അപ്പം നടക്കുമ്പോൾ അവിടുന്ന് ചെറിയൊരു സ്പോട്ടാണ്. ഈ സൈഡിൽ കണ്ട് വണ്ടിയെല്ലാം പാർക്ക് ചെയ്തിട്ട് അവിടുന്ന് പോവാണ്. ഇവിടെ ചെറിയൊരു അമ്പലമൊക്കെ ഉണ്ട്. ഇതുണ്ടോ, അത്യാവശ്യം നല്ല പേര് കേട്ടൊരു അമ്പലമാണ്. ഇത് കുന്തളംപാറയാണ് ലൊക്കേഷൻ വരുന്നത്. കുന്തളംപാറ അമ്പലപ്പാറ എന്ന് പറയും സ്ഥലത്തിൻ്റെ പേര്. പിന്നെ ഇവിടെ നിന്നാണെങ്കിൽ ഇനി മുമ്പോട്ട് നടക്കണം കേട്ടോ, മലയിലോട്ട് കയറാൻ വേണ്ടി. ഇവിടുന്ന് ശകലം ദൂരം നടക്കണം. ശകലം ദൂരം നടന്നെങ്കിൽ മാത്രമേ നമ്മളെ ആ സ്പോട്ടിൽ ചെല്ലുള്ളൂ. അപ്പോൾ ഈ റൂട്ട് വേണം നമുക്കിനി അങ്ങോട്ട് കയറി പോകാനായിട്ട്. ഈ റൂട്ട് ഒരു ശകലം നടക്കണം. അത് തീരെ ഒരാൾക്ക് കഷ്ടിച്ച് നടക്കാനുള്ള വീതിയുള്ളൂ. അപ്പോൾ ഇനി ഇതുവരെ പോകുമ്പോഴാണ് നമ്മുടെ ആ മലയുടെ എൻട്രൻസ്, അതായത് മലയുടെ അറ്റത്തോട്ട് കയറി പോകുന്ന റൂട്ടാണ് കേട്ടോ. പിന്നെ നേരെ ഇവിടുന്ന് പോവുകയാണ് ഇനി മലയിലോട്ട് കയറാനായിട്ട്. അത്യാവശ്യം നല്ല വിഷ്വൽസ് ഉണ്ട്. വിഷ്വൽസ് മാത്രമല്ല, ചൂടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ നട്ട് ഉച്ചയ്ക്കാണ് കയറുന്നത്. കറക്റ്റ് സമയം 12:30 ആയപ്പോഴാണ് കയറുന്നത്. പക്ഷേ അതൊന്നും കുഴപ്പമില്ല. ആ 12:30ക്ക് കയറുമ്പോഴും നല്ലൊരു വൈബാണ് കേട്ടോ. ചൂടുണ്ടെങ്കിൽ നമുക്ക് ആ മലയുടെ മേളിൽ ചെന്ന് കിട്ടുമ്പം നല്ലൊരു ഫീലുണ്ട്. ആ ഫീൽ ഓർത്ത് മാത്രം കയറിപ്പോൾ നല്ല തണുത്ത കാറ്റും അങ്ങനെ ഒത്തിരി അഡ്വാൻറ്റേജ് ഉണ്ട്. ഇതാണ് ഇപ്പോൾ ആ മലയുടെ എൻട്രൻസ് കേട്ടോ. ഇവിടെ നിന്ന് നേരെ മേളിലോട്ട് കയറുവാണ്. ഇതുണ്ട്, ഇവിടെ ഫുൾ ആ ചെടിയാണ്. ചെടിയുടെ ഒരു എന്താ പറയുക, ഒരു കൂട്ടം അങ്ങനെ തന്നെ പറയാം. അത്രയും സെറ്റപ്പായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ നേരെ മേളിലോട്ട് കയറുകയാണ് കേട്ടോ. സ്റ്റില്ല് ഇതുകൊണ്ട് ആ ചെടിയുടെ ഒക്കെ വലിപ്പം കണ്ടോ. ഇതൊന്നൊന്നുമല്ല, ഒരു 10-50 എണ്ണത്തിന് മേളിൽ തന്നെ ഉണ്ട് കേട്ടോ. ആ പോകുന്ന വഴിക്കെല്ലാം അതെ. എന്തോ അതിൻ്റെ പേരെനിക്ക് കറക്റ്റ് അറിയത്തില്ല, കൽമുൾ ചെടിയോ അങ്ങനെ എന്തോ ഒരു പേരും കണ്ട. അപ്പോൾ ഇനി ഇവിടുന്ന് നേരെ മേളിലോട്ട് കയറുവാണ്. നല്ല വെയിലാണ്, അതെല്ലാം സഹിച്ചാണ് കേട്ടോ കയറുന്നത്. വേറെ മാർഗ്ഗമില്ല, നട്ടുവെച്ചേക്കാം, എന്നാലും കയറിയല്ലേ പറ്റൂ, അതുകൊണ്ട് കയറുക. മേളിൽ ചെന്ന് കഴിഞ്ഞാൽ നല്ല റിലാക്സിങ് ആണ്, ആ കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. അത്ര സെറ്റാണ് കേട്ടോ. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ട്, ഞങ്ങൾ രണ്ടും കൂടെയാണ് കയറുന്നത്. കാര്യം പറഞ്ഞത് വീടിൻ്റെ തൊട്ടടുത്തുള്ള സ്പോട്ടാണ്, അതുകൊണ്ടാണ് ഇത് ചൂസ് ചെയ്തത്. പിന്നെ വേറെ ഒരു കാര്യം കൂടെ ഉണ്ട്, ഇതൊരു ഹിഡൻ സ്പോട്ടാണ് കേട്ടോ. ഇത് അധികം അങ്ങനെ ആർക്കും ഇങ്ങനത്തെ ഒരു സ്പോട്ടുള്ള കാര്യം അറിയത്തില്ല. അത്ര നല്ലൊരു സ്പോട്ട് തന്നെയാണ്. അങ്ങനെ കുറേ ദൂരം നടന്നെങ്കിൽ മാത്രം നമ്മൾ മേടിച്ച് ചെല്ലുള്ളൂ. ഏകദേശം ഒരു അരമണിക്കൂർ പിടിക്കും കേട്ടോ. പിന്നെ പോവാണ്. ഇവിടെ എന്തോ പന്നി ഏതാണ്ട് മാന്തി വെച്ചേക്കുന്നതാണ്, എന്തോ തിന്നാനായിട്ട് കണ്ട് മാന്തിയതാണ്. ഇവിടുന്ന് പോവാണ് മേളിലോട്ട് കയറി. പക്ഷെ ഇവിടെ കാണാൻ നല്ല രസമുണ്ട്. നല്ല പുല്ലൊക്കെ ഇങ്ങനെ കിളുത്ത് നിൽക്കുന്ന സമയമായതുകൊണ്ട് നല്ല ആംബിയൻസ് ആണ് കേട്ടോ. അപ്പോൾ നല്ല കാറ്റുമുണ്ട്. അപ്പോൾ കാറ്റെന്ന് പറഞ്ഞാൽ ചൂട് കാറ്റാണ് അടിക്കുന്നത്. പക്ഷെ അതൊന്നും നമ്മൾ വകവെക്കാതെ അങ്ങ് കയറി പോവാണ്. നല്ല എൻജോയ് ആണ്. ആ മുൾച്ചെടി കണ്ടോ, ഇതിനൊരു അന്ത്യമില്ല കേട്ടോ. അതിങ്ങനെ പോകും, ഇതിൻ്റെ ചുവട് തന്നെ ഒരു ഇന്ന സൈസുണ്ട് സാധനം. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ പോവാണ്. ആ കാണുന്ന വഴി കൂടെയാണ് കേട്ടോ കയറി വന്നത്. അത് മെയിൻ റോഡാണ് കേട്ടോ കാണുന്നത്. പിന്നെ ഇവിടുന്ന് നേരെ പോവാണ്. ഇപ്പം ഏകദേശം മേളുവശത്ത് അടുക്കാറായി. ഇവിടുന്ന് കുറച്ചുകൂടെ പോകണം. മേളുവശത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ നല്ല വ്യൂ ആണ്. അവിടെ സ്പെഷ്യലായിട്ടൊരു സാധനം ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഈ മലയുടെ. ഇപ്പം ഇങ്ങനെ നടക്കുവാണ്. ഇപ്പം ഞാൻ എൻ്റെ മേളിൽ ചെന്ന് ഏകദേശം. ഇനി ഇവിടെ നിന്ന് ഒരു ശകലം കൂടെ നടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ടോപ്പിൽ ചെല്ലും. അപ്പോൾ ഞാൻ ടോപ്പിൽ ചെല്ലുകയാണ്. ടോപ്പിൽ ചെന്നിട്ട് അതിൻ്റെ വിഷ്വൽസ് ഞാൻ കാണിച്ചു തരാം. അവിടെ എന്താ എത്രന് മാത്രം കാണാനുള്ളത്, പ്രത്യേകത എന്തുള്ളത്. വലിയ മലയാണ് കേട്ടോ, മലയുടെ ടോപ്പാണ്. ടോപ്പിലാണെങ്കിൽ ഒരു സംഭവമുണ്ട്. ആ സംഭവം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ. അപ്പോൾ ഇത് ആ ടോപ്പിൻ്റെ സൈഡിൽ നിന്ന് കിട്ടുന്ന വിഷ്വൽസാണ് ഈ കാണുന്നതെല്ലാം. അപ്പം ഇനി നേരെ ആ ഷൂട്ട് ചെയ്ത സംഭവത്തിലോട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ എന്താ സംഭവം എന്ന്. ഒരു കുളമാണ് കേട്ടോ ഗൈസ്. ഇതൊരു ഉറവയാണ്. ഇതിങ്ങനെ ഉറവയായതുകൊണ്ട് ഇതിനകത്ത് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കും. അത്യാവശ്യം ഒരുമാതിരി ആഴമുണ്ട്, നമുക്ക് നീന്താനൊക്കെ പറ്റും, കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം ഇപ്പോൾ ഇച്ചിരി വേനൽക്കാലം ആയതുകൊണ്ടാണ് വെള്ളം കുറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ നിറഞ്ഞ് തുളുമ്പി കിടക്കും. നല്ല ആംബിയൻസാണ്. ആ കാണുന്ന ഫുള്ള് നമ്മുടെ കട്ടപ്പന സിറ്റിയാണ് കേട്ടോ. പിന്നെ ഇവിടുന്ന് ഇനിയും കുറേ മുമ്പോട്ടണം. ഈ കാണുന്ന റോഡില്ലേ, ആ കാണുന്ന റൂട്ട് വഴിയാണ് ഇനി താഴോട്ട് ഇറങ്ങാനായിട്ട് പ്ലാൻ ചെയ്തത്. കയറി വന്ന വരിയില്ല, കയറി വന്ന വരിക്കടെ ഇറങ്ങുമ്പോൾ നമുക്ക് അത്രയ്ക്ക് ഡിഫറൻസ് കിട്ടത്തില്ല. നമുക്കെപ്പോഴും ഒരു വെറൈറ്റി ആയിട്ട് മാറ്റി പിടിക്കണം. അതിനുവേണ്ടി നേരെ ഇനി ആ റൂട്ട് വേണം പിടിക്കാൻ. ഇനിയിപ്പോൾ അവിടെ കയറി സ്ഥിതിക്ക് കുറച്ച് നേരമൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് ഒന്ന് എൻജോയ് ഒക്കെ ചെയ്തിട്ടൊക്കെ ഇനി താഴോട്ട് ഇറങ്ങുന്നുള്ളൂ. താഴോട്ട് പോകുന്ന വഴി നല്ല കാഴ്ചകളുണ്ട് കേട്ടോ ഇനി കാണാനായിട്ട്. അപ്പം ഓരോ ഇതും കണ്ട് ആസ്വദിച്ച് തന്നെ ഇന്ന് മുമ്പോട്ട് പോവുകയാണ്. ഇത് പലതരം ഇതുണ്ട്. ചെടികൾ എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു പള്ളയാണ്. പള്ളയിലാണെങ്കിൽ ഓരോ പൂവൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ്. പക്ഷെ അതും കാണാൻ നല്ലൊരു വൈബുണ്ട് കേട്ടോ. ഫുള്ളിങ്ങനെ ഒരു വെള്ള ഇതായിട്ട് തന്നെ നിൽക്കുവാണ്. ഞാനിതിൻ്റെ മുമ്പോട്ട് പോവാണ്. മുമ്പോട്ട് പോകുമ്പോൾ കുറച്ചും കൂടെ വിഷ്വൽസ് കിട്ടും, അതായത് സിറ്റിയുടെയും അങ്ങനത്തെ എല്ലാം കുറേ അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടും കേട്ടോ. അപ്പം
ഇപ്പം മേളിൽ കയറിയപ്പോൾ നല്ല കാറ്റുണ്ട് കേട്ടോ, നല്ല തണുത്ത കാറ്റാണ് അടിക്കുന്നത്. തണുത്ത കാറ്റടിക്കുമ്പോഴത്തേനും നമുക്ക് നല്ലൊരു എനർജിയാണ്. അപ്പോൾ ഇനിയും മുമ്പോട്ട് പോയാലും നമുക്ക് യാതൊരു വിഷയമില്ല, യാതൊരു മടുപ്പുമില്ല. ആ ലെവലിൽ തന്നെയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. ഇനി നേരെ താഴോട്ട് ഇനി ഇറങ്ങാനൊക്കെയുള്ള പരിപാടിയാണ്. കാരണം ഒത്തിരി റിലാക്സ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഒരുപാട് നേരം ചെയ്താൽ പിന്നെ ഇവിടെ തന്നെ കിടക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഇനി നേരെ പോവാണ്. കാരണം ഉച്ചയും കൂടെ അല്ലേ, ഒത്തിരി വെയിലടിച്ചാൽ ചിലപ്പോൾ പണിയാവും. തണുപ്പുണ്ട് എന്ന് പറഞ്ഞാലും ഉച്ചയും കൂടെ അല്ലേ, അതുകൊണ്ടാണ്. പിന്നെ ഇവിടെ കേട്ടിട്ടുണ്ടെങ്കിൽ വേറൊരു റോഡ് കാണിച്ചു തരാം. ആ കാണുന്ന റൂട്ട് ഏതാണെന്ന് മനസ്സിലായോ? ഞാനൊന്ന് റൗണ്ട് അടിച്ചിട്ടൊന്ന് കാണിച്ചു തരാം. ഈ കാണുന്നത് നമ്മുടെ ഇതാ കേട്ടോ, പോലീസ് വളവാണ് കേട്ടോ ഈ കാണുന്നത്. ഇപ്പോൾ കാണിക്കാവേ സൂം ചെയ്ത്. ഇതാണ് സംഭവം. ഇത് നമ്മുടെ പുളിയമ്മലയാണ് ഈ കേട്ടോ കാണുന്നത് ഫുള്ള്. ഇപ്പോൾ പുളിയമ്മലയിലെ സിറ്റിയും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. അതിൻ്റെ പോലീസ് വളവിൻ്റെ ആണെങ്കിൽ വിഷ്വൽസ് ഇവിടെ ആയിട്ടുണ്ട്. ഞാനത് സൂം ചെയ്ത് കാണിച്ചു തരാം നിങ്ങളെ അതെങ്ങനെയുണ്ടെന്നുള്ളത്. ഇതാണ് നമ്മുടെ പോലീസ് വളവ് കേട്ടോ. ഈ ബസ് വളഞ്ഞു പോകുന്നില്ല, ഇതാണ് നമ്മുടെ പോലീസ് വളവ്. അപ്പോൾ ഇനി ഇവിടുന്ന് കിട്ടുന്ന വിഷ്വൽസ് എങ്ങനെയുണ്ട്? സെറ്റല്ലേ? ഇനിയുണ്ട് കേട്ടോ. ആ മലയുടെ ടോപ്പിൽ നിന്നാണ് ഇറങ്ങി വന്നത്. ഇറങ്ങിയാലും തീരത്തില്ല, അതേപോലെ ഉണ്ട്. ഇനി നേരെ അടുത്ത സ്ഥലത്തോട്ടാണ് പോകുന്നത്. ഇവിടെ നേരെ താഴോട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ. നട്ടുച്ചയാണ്, സൂര്യനൊക്കെ നല്ല ഉച്ചയിൽ നല്ല കത്തി നിൽക്കുന്ന അവസ്ഥയാണ് കേട്ടോ. പിന്നെ ഇവിടുന്ന് നേരെ പോവുകയാണ്. നല്ല രസമായിരുന്നു, നല്ലൊരു എൻജോയ്മെൻറ്റ് തന്നെയായിരുന്നു കേട്ടോ. ഫുൾ സിറ്റിയാണ് കേട്ടോ. ഇനി ഇവിടുന്ന് നേരെ ഇനി താഴോട്ട് ഇറങ്ങുകയാണ്. ഇനി താഴോട്ട് ഇറങ്ങണമെങ്കിൽ കുറച്ച് പരിപാടിയുണ്ട്, കുറച്ച് ദൂരം നടക്കേണ്ടി വരും. കാരണം ഒന്ന് സൂക്ഷിച്ച് ഇറങ്ങണം. കാരണം എന്തെങ്കിലും കയ്യോ കാലം എന്തെങ്കിലും തെന്നിയിട്ടുണ്ടെങ്കിൽ പണി കിട്ടും, ഇഞ്ചുറാവും, അല്ല കൈയും കാലൊക്കെ മുറിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സേഫ്റ്റി എല്ലാം നോക്കി സൂക്ഷിച്ച് വേണം ഇനി താഴോട്ട് ഇറങ്ങാനായിട്ട് കേട്ടോ. ഇതാ ഈ മലയുടെ ടോപ്പിൽ നിന്നാണ് ഇങ്ങോട്ട് ഇറങ്ങി വന്നത്. കാണുമ്പോൾ ഒന്നുമില്ല, നിസ്സാരമാണ്. കയറി കഴിയുമ്പോഴത്തേന് അതിൻ്റെ കറക്റ്റ് നമുക്ക് അതിൻ്റെ എഫേർട്ട് എന്തോരം നമ്മൾ എടുത്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഇനി ഇവിടുന്ന് നേരെ പോവാണ്. ഇവിടെ നിന്ന് നല്ല ഫോട്ടോയൊക്കെ എടുത്തു ഇട്ടങ്ങ് പോവാണ് കേട്ടോ താഴോട്ടിനി. ഇനിയിപ്പം ശകലം ദൂരം നടന്നാൽ മതി. ശകലം ദൂരം നടക്കുമ്പോഴത്തേന് നമുക്ക് താഴെ എത്തും. ഇതും നമ്മൾ കയറി വന്ന വഴിയാണ് കേട്ടോ. ഈ റൂട്ടാണ് നമുക്ക് ഈ മലയുടെ മേലോട്ട് ടോപ്പിലോട്ട് കയറി വരാൻ വേണ്ടി ചൂസ് ചെയ്ത വഴിയാണ്. അതൊരു മെയിൻ റോഡാണ് കേട്ടോ. ഒരു ജസ്റ്റ് ഒരു അംഗൻവാടി എല്ലാം കൂടിയൊരു സംഭവമാണ്. അതെല്ലാം കഴിഞ്ഞ് നേരെ ഇനി പോവാണ്. ഇനി ഈ മല നേരെ താഴോട്ട് ഇറങ്ങാനുള്ള സമയമായി. കാരണം ഇനി ഇറങ്ങിയില്ലെങ്കിൽ ഇവിടെ കിടന്ന് ഉറങ്ങേണ്ടി വരും, അതേപോലത്തെ അവസ്ഥയാണ്. പിന്നെ നേരെ താഴോട്ട് പോവുകയാണ് കേട്ടോ. ഈ കാണുന്നത് എന്താണെന്ന് മനസ്സിലായോ? ഇതൊരു പാറമടയാണ്. ഇതാണ് കട്ടപ്പനയിലെ കുന്തളംപാറ എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ. കുന്തളംപാറയിലെ പാറമടയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിന് ഈ റൂട്ട് വഴിയാണ് താഴോട്ട് ഇറങ്ങുന്നത്. ഇതിപ്പോൾ ഇച്ചിരി ഞങ്ങൾ വെറൈറ്റി ആയിട്ട് ഇറങ്ങുന്നതാണ്. മറ്റേ വഴി ഇറങ്ങുവാണെങ്കിൽ ഇത്ര ടൈമും പിടിക്കത്തില്ല, ഒന്നുമില്ല, സിമ്പിളായിട്ട് ഇറങ്ങി പോവാം, ഒരു എഫേർട്ടും ഇല്ല, ഒന്നുമില്ല. നമുക്ക് ഇച്ചിരി എഫേർട്ട് ഇടേണ്ട ഒരു ആവശ്യമുള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ വളഞ്ഞു വന്നത്. എന്താണെങ്കിലും നല്ല കിടിലൻ സ്പോട്ടാണ്. വീടിൻ്റെ തൊട്ടടുത്തായതുകൊണ്ടും കൂടെ പറയുന്നതല്ല, നല്ല ഇത് തന്നെയാണ്, ഹിഡൻ സ്പോട്ടാണ്. പിന്നെ അധികം ആർക്കും ഇത് അറിയത്തില്ലാത്തൊരു സ്പോട്ട് തന്നെയാണ്. കൂടുതൽ ആൾക്കാർ ഇവിടെ വരുന്നതെല്ലാം കുറവാണ്. പിന്നെ പോവാണ്. ഇത് ഫുൾ ഇതാണ് കേട്ടോ. ഈ വെടി പൊട്ടിക്കാൻ വേണ്ടിയൊക്കെ ഇതങ്ങനെ കമ്മിയായിട്ട് വെച്ചേക്കുന്നത്. വെടിമരുന്നൊക്കെ അതിൻ്റെ അകത്താണ് ഫില്ല് ചെയ്തിട്ട് പാറ പൊട്ടിക്കുന്നത്. ഇപ്പോൾ സ്റ്റേ ആയതുകൊണ്ടാണ് ധൈര്യമായിട്ട്